ഒന്ന് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. ഞാൻ ആദ്യത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 4:1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഞാൻ ഈ വാക്യം എടുക്കാനായിട്ടൊരു കാരണമുണ്ട്. കാരണം ഞാൻ വീഡിയോ ചെയ്തിടുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തെ അവർ കോട്ട് ചെയ്യും. അതായത് ഞാൻ സംസാരിക്കുന്നത് കള്ളപ്രവചനമാണ്, അല്ലെങ്കിൽ കള്ളപ്രവാചകനാണ്, അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തെ അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് കോപ്പി ചെയ്തിടും. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ തന്നെ എടുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. പ്രിയമുള്ളവരെ, ആ വാക്യം തന്നെ തുടങ്ങുന്നത് പ്രിയമുള്ളവരെ എന്ന് വിളിക്കുമ്പോൾ ആരാ പ്രിയമുള്ളവർ? ആരാണ് പ്രിയമുള്ളവർ? നമ്മുടെ ബൈബിൾ സ്റ്റഡിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വാക്കുകളും ഓരോ ഫ്രേസും വളരെ ഡീറ്റെയിൽഡായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ്റെ പെർസ്പെക്റ്റീവിനകത്ത് പ്രിയമുള്ളവരെന്ന് പറയുന്നത് യഹൂദജനമാണ്, നമ്മളോടുള്ള സുവിശേഷമല്ല. അപ്പോൾ യോഹന്നാൻ എഴുതുന്നത് ആരോടാണ്? യഹൂദജനങ്ങളോടാണ്. അപ്പോൾ യോഹന്നാന് പ്രിയം ആരോടാണ്? യഹൂദജനങ്ങളോടാണ്. പക്ഷെ ബൈബിളിനെ ഇന്ന് സാർവലൗകികമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ബൈബിൾ വായിക്കുന്ന വ്യക്തികൾക്കും ഇപ്പോൾ ഇത് ആവശ്യമാണ്. സോ ഞാനിപ്പോൾ ഈ ബൈബിൾ സംസാരിക്കുമ്പോഴത്തേക്ക് ക്രിസ്തീയ സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ എനിക്ക് പ്രിയമുള്ളവർ തന്നെയാണ്. അവരുടെ ആശയങ്ങൾ മാത്രമേ എനിക്ക് പ്രിയമല്ലാതെ ഉള്ളൂ, പക്ഷെ അവരെനിക്ക് പ്രിയമുള്ളവർ തന്നെയാണ്. സോ അതുകൊണ്ട് ക്രിസ്തീയ സമൂഹം വളരെ ഗഹനമായി കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വാക്യം എന്താ? കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആലോചന എന്താ? എല്ലാ ആത്മാക്കളും ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം. ആ ശോധന ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതും വളരെ ഡീറ്റെയിൽഡായിട്ട് താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ശോധന ചെയ്യാനല്ല, ആ ശോധന ചെയ്യാനായിട്ടുള്ള ചെക്ക് മാർക്ക് എന്തൊക്കെയെന്നുള്ളത് ഈ ലേഖനത്തിനകത്ത് വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ചെക്ക് പോയിൻ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചെക്ക് പോയിൻ്റ് വെച്ചിട്ട് വേണം ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ. നമ്മുടെ ചെക്ക് പോയിൻ്റ് അല്ല, യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ചെക്ക് പോയിൻ്റ് ഇടണം. ഓക്കെ, ആദ്യത്തെ കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? ദൈവാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. എന്താ വാക്യം? എന്താ? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളതാകുന്നു. ഞാൻ വേറൊരു വർഷം കൂടെ വായിക്കാം. ഈ വർഷത്തിനകത്ത് എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടെ രസകരമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചു എന്ന് അംഗീകരിക്കുന്ന ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളത് ആകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ ആരായിട്ട് അംഗീകരിക്കണം? യേശു ക്രിസ്തുവിനെ ആരായിട്ട് അംഗീകരിക്കണം? ക്രിസ്തീയ സമൂഹം യേശു ക്രിസ്തുവിനെ ആരായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? ദൈവമായിട്ട്, ദൈവപുത്രനായിട്ടല്ല. ക്രിസ്തീയ സമൂഹം യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിരിക്കുന്നത് ദൈവമായിട്ടാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് എങ്ങനെയാ? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാ? യേശുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാ? യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനെന്നാണ്. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാ യേശു ദൈവം അല്ല. യേശു ആരാ? പൂർണ്ണ മനുഷ്യനാണ്.
എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സമ്പൂർണ്ണ മനുഷ്യനാണ്. ഈ വർഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. ജഡം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരമല്ല. ജഡം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ നാടൻ ഭാഷയിൽ ജഡം, ജീവനില്ലാത്തത്. ബൈബിൾ പറയുന്ന ജഡം എന്താ? ദൈവാത്മാവ് വസിക്കാത്തൊരു വ്യക്തിയാണ് ജഡമെന്ന് പറയുന്നത്. ദൈവാത്മാവ് ഇല്ലാത്തൊരു വ്യക്തിയെയാണ് ജഡമെന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിലുണ്ട്. മനുഷ്യൻ ജഡം തന്നെയല്ലയോ, അവൻ്റെ ഉള്ളിൽ ഞാൻ ഇനി വസിക്കയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാത്തൊരു വ്യക്തിയാണ് ജഡമനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ യേശു വന്നത് എങ്ങനെയാ? ജഡമനുഷ്യനായിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തവനായിട്ടാണ് യേശു ജനിച്ചതെന്ന് ചുരുക്കം. അപ്പോൾ പലരും വാദിക്കുന്നുണ്ട് അവൻ ജനിച്ചപ്പോഴേ പരിശുദ്ധാത്മാവനായതുകൊണ്ട് അവൻ ജനിച്ചപ്പോഴേ ദൈവമായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു എന്നാണ് ക്രിസ്തീയ മതത്തിൻ്റെ പ്രൊപ്പഗേഷൻ. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ക്രിസ്തീയ മതം പറയുന്നത് യേശു ജനനത്തിൽ തന്നെ ആരായിരുന്നു എന്നാ? ജനനത്തിൽ തന്നെ ദൈവമായിരുന്നു എന്നാ, പൂർണ്ണ ദൈവമായിരുന്നു എന്നാ. കാരണം അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചു എന്നുള്ളതാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് എന്താ? യേശു ജഡത്തിലാണ് ജനിച്ചത്. ജഡമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്നാ? ദൈവാത്മാവുണ്ടെന്ന്. അപ്പോൾ യേശു ദൈവമാണെന്ന് വാദിക്കുന്നവൻ്റെ ഉള്ളിൽ എന്തില്ല? ദൈവാത്മാവില്ല. 1 യോഹന്നാൻ 4:1 കള്ളപ്രവാചകന്മാർ വരും, സൂക്ഷിച്ചോ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് കള്ളപ്രവാചകനായിട്ടാണ് എന്ന് ഒരാളെ വിലയിരുത്തുമ്പോൾ ആ പോസ്റ്റ് ഇടുന്ന ആൾ ചിന്തിക്കേണ്ടത് ഈ പോസ്റ്റ് ഇട്ട ആൾ ആരാണെന്നുള്ളതും കൂടെ ചിന്തിക്കണം. പോസ്റ്റിട്ട ആൾ ചിന്തിക്കുകയാണ് യേശു ദൈവമാണെന്ന് ചിന്തിച്ചിട്ടാണ് ഈ ഒരു വാക്യം ഇടുന്നതെന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ കള്ളൻ. സോ ഇങ്ങനെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തതയോടുകൂടെ സത്യമേത് മിഥ്യ ഏത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക് പോവാം. ഇനി 3-ാമത്തെ വാക്യം, യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്നു. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത, ഇപ്പം നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ ഏറ്റവും നല്ല ഗുരു എന്ന് പറയുന്നത്, ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഞാൻ അംഗീകരിക്കുന്നു, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരായിട്ടാ? ദൈവമായിട്ടല്ല, ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു നല്ല ഗുരുവായിട്ട് ഞാൻ സ്വീകരിക്കുന്നുണ്ട്. യേശുവിനെ ഒരിക്കലും ആരായിട്ട് സ്വീകരിക്കരുത്? ദൈവമായിട്ട് സ്വീകരിക്കരുത്. എങ്കിൽ ബൈബിൾ വിരുദ്ധമാണ്. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞത് ശരിക്കും എന്താ? നേരത്തെ പറഞ്ഞ കാറ്റഗറി, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാത്ത വ്യക്തികളെല്ലാം എതിർ ക്രിസ്തുവാണ്. അവർ പറയുന്ന ആശയങ്ങളും എതിർ ക്രിസ്തുവിൻ്റെ ആശയങ്ങളാണ്. അപ്പോൾ ദൈവാത്മാവില്ലാത്ത വ്യക്തി ആരാ? യേശുവിനെ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത, സമ്പൂർണ്ണ മനുഷ്യനെന്ന് വിശ്വസിക്കാത്ത എല്ലാവരും ആരാ? ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരാ. അവരാണ് ശരിക്കുമുള്ള എതിർ ക്രിസ്തുക്കൾ. അപ്പോൾ നമുക്ക് ചുറ്റും നിന്ന് കാണുന്ന എതിർ ക്രിസ്തുക്കൾ ആരൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പള്ളിയിലുള്ളവർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, മെത്രാന്മാർ, വിശ്വാസ സമൂഹം, ഇവരെല്ലാം ഇന്നും വിശ്വസിക്കുന്നത് യേശു ആരെന്ന? ദൈവമെന്ന. അവരെന്ത് വിശ്വസിക്കുന്നില്ല? യേശു സമ്പൂർണ്ണ ജഡത്തിൽ വന്നു എന്നവർ വിശ്വസിക്കുന്നില്ല. യേശു സമ്പൂർണ്ണ മനുഷ്യനെന്നവർ വിശ്വസിക്കുന്നു.